നമസ്കാരം. ഒന്നാം വിവാഹ വാർഷികത്തിന്റെ തലേനാൾ ഭർതൃ വീട്ടുകാരുടെ ക്രൂരതകളിൽ മനമടുത്ത യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കുടുംബവും. ചർലടുക്ക സ്വദേശിനി ഫാത്തിമത്ത് സുഫൈദയാണ് പാണലത്തുള്ള ഭർതൃ വീട്ടിൽ വെച്ച് അതിദാരുണമായി മരണപ്പെട്ടത്. യുവതിയുടെ മരണത്തിന് പിന്നാലെ ഭർതൃ വീട്ടുകാർക്കെതിരെ ഗുരുതരമായ സ്ത്രീധന ഗാർഹിക പീഡന ആരോപണങ്ങളുമായി സുഫൈദയുടെ കുടുംബം രംഗത്ത് വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ഭർത്താവ് ആദിലിനെ വിദ്യാനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നാളെ ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ പാണലത്തെ വീട്ടിൽ വെച്ച് ഈ ദാരുണ സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. സ്വർണവുമായി ബന്ധപ്പെട്ട് ഭർതൃ വീട്ടിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ പതിവായിരുന്നു. ഇതിന്റെ പേരിൽ സുഫൈദയെ ഭർത്താവും കുടുംബവും ക്രൂരമായി മർദ്ദിക്കുകയും കടുത്ത മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിമിഷത്തിലും ഭർതൃ വീട്ടുകാർ കാണിച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്ന് കുടുംബം വിദ്യാനഗർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഭർതൃ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണ് സുഫൈദ ആസിഡ് കുടിച്ചത്. എന്നാൽ ഈ സമയം അത്രയും നീ ഇതിനെല്ലാം അനുഭവിക്കും എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് ഭർതൃ വീട്ടുകാർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ആസിഡ് ഉള്ളിൽ ചെന്ന് പിടഞ്ഞ യുവതിക്ക് അടിയന്തരമായി വൈദ്യസഹായം എത്തിച്ചു നൽകാനോ ആശുപത്രിയിൽ എത്തിക്കാനോ പോലും അവിടെയുണ്ടായിരുന്നവർ തയ്യാറായില്ലെന്നും കുടുംബം പരാതിപ്പെടുന്നു. ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് യുവതി ജീവനൊടുക്കിയതെന്ന കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഭർത്താവ് ആദിലിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റ് കുടുംബാംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്.